കൃപാസനം പത്രം ഏപ്രിൽ 2026 പാർട്ട് 5. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെമ്പുമുക്കിൽ നിന്നുള്ള ജെയിംസിന്റെ സാക്ഷ്യം. കടം കയറി തകർന്നടിഞ്ഞപ്പോൾ കൃപാസനം പത്രം പുതിയ പ്രതീക്ഷ നൽകി. ഞാനൊരു കൺസൾട്ടൻസി നടത്തുകയായിരുന്നു, പക്ഷെ അതിന്റെ വർക്കൊന്നും നടക്കുന്നില്ല. 7 വർഷത്തോളമായി കടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജോലി അന്വേഷിച്ചിട്ട് ഒന്നും ലഭിക്കുന്നില്ല. വീട്ടുവാടക കൊടുക്കാൻ പറ്റുന്നില്ല. 6 വർഷമായി ഉണ്ടായിരുന്ന ജോയിന്റ് പെയിൻ. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെയിരിക്കെ എന്റെ ഒരു സുഹൃത്ത് ഒരു കൃപാസനം പത്രം തന്നിട്ട് നാളെ തന്നെ ഈ പള്ളിയിലേക്ക് പോകൂ, ചേട്ടന്റെ എല്ലാ പ്രശ്നങ്ങളും ശരിയാകുമെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്റെ വേദനകളെല്ലാം മാറി. പിറ്റേ ദിവസം എന്റെ പ്രോജക്ട് സക്സസ് ബിൽ പേ ചെയ്തോളാൻ പറഞ്ഞ് എനിക്ക് ഫോണിൽ മെസ്സേജ് വന്നു. എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടി. UK-യിൽ നിന്നുള്ള ലാജിയുടെ സാക്ഷ്യം. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയത് ആദ്യം സാധിച്ചു തന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് 6 നിയോഗങ്ങൾ വെച്ചതിൽ ഒരു നിയോഗം എന്റെ സഹോദരന്റെ കാര്യമായിരുന്നു. എന്റെ സഹോദരൻ 32 വർഷമായി മദ്യപാനവും, സന്തോഷമില്ല, സ്നേഹമില്ല, കരുതലില്ല, ഉത്തരവാദിത്തമില്ല, അങ്ങനെ ഞങ്ങൾ വളരെ വിഷമത്തോടെ കടന്നു പോവുകയായിരുന്നു. UK-യിലായിരുന്നു ഞങ്ങൾക്ക് ഒന്ന് സന്തോഷത്തോടെ ഇവിടെ വന്ന് പോകാൻ സാധിക്കില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് UK-ക്ക് പോയ ശേഷം സഹോദരന്റെ ഭാര്യയും മകനും വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ച സഹോദരന്റെ മദ്യപാനം മാറിക്കിട്ടുകയും എന്നും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള സൗമ്യയുടെ സാക്ഷ്യം. ഒരു കുട്ടിയുടെ സ്വരം. ഈ മാസം പോസിറ്റീവ് ആകും. ഡോക്ടർ പറഞ്ഞു എഗ്ഗിന് ക്വാളിറ്റി ഇല്ല, കിട്ടില്ല. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ സംഭവിച്ചത്. എന്റെ മൂത്ത കുട്ടിക്ക് 10 വയസ്സുണ്ടായിരുന്നു. രണ്ടാമതൊരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ലായിരുന്നു. ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ എഗ്ഗ് കുറവാണ്, ഉള്ള എഗ്ഗിന് ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞ് IVF സജസ്റ്റ് ചെയ്തു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു ദിവസം ഞാൻ കിടക്കുമ്പോൾ മാതാവിനോട് ഈ പ്രാവശ്യമെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആകണേ എന്ന് പ്രാർത്ഥിച്ചു. ആ സമയം ഈ മാസം തന്നെ പോസിറ്റീവ് ആകുമെന്ന് പറഞ്ഞ് ഒരു കുട്ടിയുടെ സ്വരം കേട്ടു. വഴിയിൽ കിടക്കുന്ന കൃപാസനം പത്രങ്ങൾ എടുത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു. ഒരു കുഴപ്പവും കൂടാതെ ഒരു കുഞ്ഞിനെ കൂടി നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ആലപ്പുഴ ഹരിപ്പാട് നിന്നുള്ള റോയ് തമ്പാന്റെ സാക്ഷ്യം. പഠിച്ച ജോലി കിട്ടാതെ വിദേശത്ത് ജീവിതം കഷ്ടത്തിലായി. ഉടമ്പടിയിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടലുണ്ടായി. ഞാൻ ദുബായിലേക്ക് പോകുന്നതിന് 1 വർഷമായി ശ്രമിച്ചിട്ടും നടക്കുന്നില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കടബാധ്യത തീർക്കാൻ സാധിച്ചു. പിന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചു. പെട്ടെന്ന് മെഡിക്കൽ എടുത്തു. എമിഗ്രേഷൻ ക്ലിയറൻസ് റെഡിയാക്കി. ഞാൻ ഉടമ്പടി പുതുക്കിയ ശേഷം ദുബായിൽ പോയി. അവിടെ എത്തിയെങ്കിലും പഠിച്ച ജോലി ലഭിച്ചില്ല. ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നല്ല സാലറിയിൽ സ്റ്റോർ കീപ്പറായി ജോലി ലഭിച്ചു. പാലായിൽ നിന്നുള്ള അന്ന തോമസിന്റെ സാക്ഷ്യം. വിൽക്കാനിട്ടിരുന്ന വീട്ടിൽ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. വരുന്നവരൊക്കെ പറയുന്നു ഈ വീട് ഞങ്ങൾക്ക് വേണം. എന്തൊരു ദൈവാനുഗ്രഹമാണിവിടെ. ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട് വിറ്റ് കടം തീർക്കാനായി 5 വർഷമായി ശ്രമിച്ചിട്ട് അത് സാധിച്ചില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച ഉപ്പ് വീടിന്റെ 4 അതിരുകളിലും ഇട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരുപാട് പേർ വരികയും വന്നവർക്കൊക്കെ ഈ വീട് തന്നെ ഞങ്ങൾക്ക് മതി, ഈ വീട്ടിൽ കയറിയിട്ട് നല്ലൊരു ദൈവാനുഗ്രഹമുള്ളതായി കാണുന്നു എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ വന്ന് വീട് വാങ്ങിച്ചു. അതിനുശേഷം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മറ്റൊരു വീട് വാങ്ങാനും ഞങ്ങൾക്ക് സാധിച്ചു. പിറവത്ത് നിന്നുള്ള ജിനിമോളുടെ സാക്ഷ്യം. മകൻ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ ചെവിയിൽ ഒരു സ്വരം, അപകടം. തുടർന്ന് മരണമുഖത്തു നിന്നും മാതാവിന്റെ അത്ഭുതകരമായ സംരക്ഷണം. ഞാൻ രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങും മുമ്പ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം നെറ്റിയിലിട്ട് ഇറങ്ങാൻ നേരം പെട്ടെന്ന് എന്റെ ചെവിയിൽ അപകടം എന്നൊരു സ്വരം കേട്ടു. ആ സമയം സ്കൂളിൽ പോകാൻ പുറത്തിറങ്ങി എന്റെ മകനെ വിളിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉടമ്പടി തൈലം പുരട്ടിക്കൊടുത്തു. അന്ന് സ്കൂളിൽ IT ലാബിൽ ചെന്നപ്പോൾ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ ഡിവൈഡർ എടുത്ത് സ്വിച്ച് ബോർഡിൽ കുത്തി സ്വിച്ച് ഓൺ ആക്കി. പെട്ടെന്ന് കമ്പ്യൂട്ടറുകളെല്ലാം ഷട്ട് ഡൗൺ ആയി. കുറച്ച് തീയൊക്കെ വന്നു. പെട്ടെന്ന് മകൻ കൈയെടുത്തു. എന്നെ ഓഫീസിൽ നിന്ന് സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി. ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് എല്ലാം ഭയന്ന് വിറച്ചു നിൽക്കുന്നു.
ടീച്ചേഴ്സ് പറഞ്ഞു, നിങ്ങളുടെ മകൻ ബ്ലെസ്ഡ് ആണ്. മകനൊന്നും സംഭവിക്കാതെ പരിശുദ്ധ അമ്മ സംരക്ഷിച്ചു. സ്കൂളിലെ കമ്പ്യൂട്ടറുകൾക്കും കുഴപ്പമില്ല. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. ആലപ്പുഴയിൽ നിന്നുള്ള ശരണ്യയുടെ സാക്ഷ്യം. നഷ്ടപ്പെട്ട ഉടമ്പടി കാശ് രൂപത്തിന് പകരം പുതിയ ഉടമ്പടി എടുത്ത് ജോസഫ് അച്ഛന്റെ ആശീർവാദം ലഭിച്ചപ്പോൾ 6 വർഷമായി കാത്തിരുന്ന അനുഗ്രഹം കിട്ടി. ഒരു നഴ്സായ ഞാൻ 2015 മുതൽ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിട്ട് തടസ്സങ്ങളായിരുന്നു. ഒരു ദിവസം എന്റെ യാത്രക്കിടയിൽ ഒരു കൃപാസനം പത്രം കിട്ടി. അതിനുശേഷം ഞാൻ വിദേശത്ത് പുതിയതായി തുടങ്ങുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ആളെ വേണമെന്ന പരസ്യം കണ്ട് അപ്ലൈ ചെയ്തു. ഉടനെ തന്നെ അവർ കോണ്ടാക്ട് ചെയ്യുകയും ഇന്റർവ്യൂ പാസ്സായി ആ ജോലി ലഭിച്ചു. കൂടാതെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 6 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷെ ഒരു ദിവസം എന്റെ കാശ് രൂപം നഷ്ടപ്പെട്ടു. വീണ്ടും വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഒരു കുഞ്ഞിനെ ലഭിച്ചു. തിരുവനന്തപുരം പേയാടിൽ നിന്നുള്ള ഹരീന്ദ്രകുമാറിന്റെ സാക്ഷ്യം. ഒരുമിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നതിന് കാസർഗോഡ് നിന്ന് സ്ഥലം മാറ്റത്തിന് നിയോഗം സമർപ്പിച്ചപ്പോൾ സംഭവിച്ച ദൈവിക ഇടപെടൽ. ഞാൻ 12 വർഷമായി മലപ്പുറം ജില്ലയിൽ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നു. എനിക്ക് പ്രൊമോഷൻ ആയെങ്കിലും തിരുവനന്തപുരം ജില്ലയിൽ വേക്കൻസി ഉണ്ടായിട്ടും മലപ്പുറം ജില്ലയിൽ തന്നെ പോസ്റ്റ് ചെയ്തു. വീണ്ടും പ്രൊമോഷൻ ആയപ്പോൾ കാസർഗോഡ് ജില്ലയിലേക്ക് പോസ്റ്റ് ചെയ്തു. എന്റെ ഭാര്യ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഒരുമിച്ച് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാനായി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നതിന് വേണ്ടി നിയോഗം വെച്ചു. അതിനുശേഷം എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോസ്റ്റിംഗ് കിട്ടി. പിന്നെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു വാഹനത്തിന് വേണ്ടി നിയോഗം വെച്ചു. 3 ദിവസം കഴിഞ്ഞ് 2 വാഹനങ്ങൾ വാങ്ങാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. എറണാകുളത്ത് നിന്നുള്ള മേരി ജോയലിന്റെ സാക്ഷ്യം. മാതാവ് 5 തവണ കാലിൽ തഴുകി. ഉടമ്പടി എടുത്ത് അഖണ്ഡ ജപമാല ചൊല്ലിയപ്പോൾ നടന്ന അത്ഭുതം. എന്റെ ഡാഡിക്ക് ഡയബറ്റിക് ഫുഡ് ഇൻഫെക്ഷൻ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തു, ആന്റിബയോട്ടിക് ട്രിപ്പ് ഇട്ടു. എന്ത് ചെയ്തിട്ടും ഇൻഫെക്ഷൻ കുറയുന്നില്ല. ഡോക്ടേഴ്സിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം ഡാഡിക്ക് പുരട്ടി കൊടുക്കുകയും ഉടമ്പടി കാശ് രൂപം കയ്യിൽ കൊടുക്കുകയും ചെയ്ത് 1000 മണി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഡാഡിയുടെ കാലിൽ ആരോ 5 തവണ തഴുകുന്നതായി അനുഭവപ്പെട്ടു. പിന്നെയുള്ള ടെസ്റ്റുകളിൽ ഇൻഫെക്ഷൻ നന്നായി കുറഞ്ഞു. സൗഖ്യം ലഭിച്ചു. പത്തനംതിട്ടയിൽ നിന്നുള്ള പ്രിയങ്കയുടെ സാക്ഷ്യം. നിന്റെ അപമാനം ഞാൻ എടുത്തു മാറ്റി. മാതാവിന്റെ സന്ദേശം അനുഗ്രഹമായി. സൗദിയിൽ നഴ്സായി വർക്ക് ചെയ്യുന്ന എനിക്ക് 6 വർഷമായി കുട്ടികളില്ലായിരുന്നു. എനിക്ക് PCODയുടെ അസുഖമുണ്ടായിരുന്നു. മെഡിസിൻ എടുത്തിട്ടാണ് പീരിയഡ്സ് വന്നുകൊണ്ടിരുന്നത്. ഒരുപാട് പരിഹാസം കേട്ടു. ഞാൻ വളരെ വിഷമിച്ചു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഒരു ദിവസം മാതാവ് എനിക്കൊരു ദർശനം തന്നു. നിന്റെ അപമാനം ഞാൻ എടുത്തു മാറ്റി എന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മ എനിക്കൊരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു.